ഐ ആം നില. അപ്പം നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ജേർണൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡാണ്. പിന്നെ പറയാനുള്ളത് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മുടെ കയ്യിലുള്ള പെൻസും പെൻസിൽസും എല്ലാം വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. സ്റ്റിക്കേഴ്സോ അങ്ങനെ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം മുതൽ ഞാൻ ഷോർട്സിൽ ഡെയിലി ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാനിത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എഴുതുന്നുണ്ട്, പക്ഷെ അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡെയിലി ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്കും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ജേർണലോ ഡയറിയോ അങ്ങനെ എന്തും പറയാൻ പറ്റുന്ന ഈ ഒരു ഇതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ എല്ലാ ദിവസവും ഒരു മോഡലിൽ തന്നെയാണ് ഇത് എഴുതി പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ചായ കുടിച്ചു, ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ചോറ് തിന്നു, അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എഴുതാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറി എഴുതും. അതുപോലെ തന്നെ നമുക്കൊരു ജേർണലായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. ആരും തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാനൊന്നുമില്ല ഇതിൽ. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് വന്നാലും അത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ആരും നിങ്ങളോട് വന്നിട്ട് ഇതെന്താ ഇങ്ങനെ എഴുതിയത്, ഇതെന്താ ഇങ്ങനെ വരച്ചത്, അങ്ങനെ ആരും ചോദിക്കൂല. അപ്പം നമ്മൾ എഴുതിയിട്ടുള്ള പേജസ് ഒക്കെ നമുക്ക് പിന്നെയും വായിച്ചു നോക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലെറ്റേഴ്സ് എഴുതുന്ന പോലെ ആയിരിക്കണം. കാരണം നമുക്കൊരു ലെറ്റർ കിട്ടിയാൽ നമ്മളത് വായിക്കൂലേ, അതുപോലെ ആയിരിക്കണം ഇന്നത്തെ ഒരു ഡേ നമ്മൾ ഇന്ന് കഴിയുന്നത് വരെയുള്ളത് ഒരു ലെറ്റർ എഴുതുന്ന പോലെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ആ പേജിൽ എഴുതാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, എഴുതുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ ഇല്ലേ ഡൂഡൽസോ ഇല്ലേ ഇലൂഷൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ആക്കാം. ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ഏത് ഭാഷയിൽ നമുക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ അതിലേക്ക് എഴുതുക. അതേ ഉള്ളൂ അതിൽ ഇമ്പോർട്ടൻറ്റ്. എന്ത് തോന്നുന്നു വെച്ചാൽ ആ ദിവസത്തിന് പറ്റിയിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയാലേ അതിന് വാല്യൂ ഉള്ളൂ, മലയാളത്തിൽ എഴുതിയാലേ വാല്യൂ ഉള്ളൂ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും അത് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡേ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എഴുതാം. നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിൽ. ചിലർ ചോദിക്കും ഇതൊക്കെ നിർബന്ധമായിട്ടും എഴുതേണ്ട കാര്യമാണോ എന്ന്. ഞാൻ പറയൂ എസ് എന്ന്. കാരണം ഇതെല്ലാം ഒരു മെമ്മറിയാണ്. കുറെ കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നിക്കും. ഇതൊക്കെ നമ്മൾ എഴുതിയത് വായിക്കുമ്പോഴും അതുപോലെ അന്നത്തെ ദിവസം ഇങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെയൊക്കെ ഓരോന്നും ആലോചിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും, ചിലപ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. ഈ മെമ്മറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ആഡ് ആക്കണം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പം എന്നെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് നടക്കുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ് പോലും സ്പെഷ്യലായിട്ട് ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അത് എനിക്ക് പേഴ്സണലി പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഞാൻ എഴുതുന്നതിനേക്കാളും ഹാപ്പിനെസ് ഉണ്ടാവും എനിക്ക് അത് അപ്പം കാണുമ്പോൾ. അപ്പം ഞാൻ എന്തായാലും പറയുന്നത് നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തായിട്ടാണ് തോന്നിയത്, ഇനി ഇതിൽ എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും ആഡ് ആക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്നോട് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ എഴുതുന്നത് കാണിച്ചിട്ടില്ല. ഞാൻ എഴുതുന്നത് കാണിക്കാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. കാരണം ഞാൻ മെല്ലെ എഴുതുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഡേ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ ഡേ. അപ്പം നിങ്ങളുടെ ഡേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഡെക്കറേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എൻ്റേത് നോക്കിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റേത് നിങ്ങൾ നോക്കിക്കോ, പക്ഷേ അതിനേക്കാളും മനോഹരമാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു ഉള്ളടക്കം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനിയും. ഫൈനലി ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ഗീവ് അവേ ആണ്. ഗീവ് അവേ എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും ഒരു ഗീവ് അവേ. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാനിപ്പോൾ ഈ എഴുതിയിട്ടുള്ള ഈ ഒരു ഡയറി ഇതുപോലെ നിങ്ങളുടെ ഒരു ഡേനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു ഡയറീൻ്റെ ഒരു പേജ് എനിക്ക് ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്ത് തരാം. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഇനി നിങ്ങൾ എൻ്റെ ഇമെയിൽ IDയിലേക്കോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കോ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഷുവറായിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്തിരിക്കണം. നിങ്ങൾ അയക്കുന്ന ഓരോ പേജസിലും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായാലും ഞാൻ അതിൽ നിന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.